ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ജപ്പാനിയ കുഹു കുഹു ഉണ്ടാക്കാൻ പഠിക്കാൻ. കുഹു കുഹു. ആ, ഇംഗ്ലീഷിൽ സ്റ്റീം കേക്ക്, മലയാളത്തിൽ പുട്ട്. ഈ ആവി കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ട് ജപ്പാനിൽ കുഹു 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 എന്നാ പറയാറ്. നായരേട്ടാ, ഒരു 2 കുറ്റി പുട്ടി നിർത്തടാ. പുള്ളി അവന്റെ ഒടുക്കത്തൊരു പുട്ട് തീറ്റി. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ പൊട്ടുതാ പൊട്ടുതാ. വയറ് നിറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റും. കഴിക്കുന്നവരെ മനസ്സ് നിറയണം. അതാണ് ശരിയായ കൈപുണ്യം. ഹലോ ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോട്ട്ലക്ക് പാർട്ടി ആയിരുന്നു, ഹനയുടെ വീട്ടിൽ. അപ്പോൾ ആക്ച്വലി ഞാൻ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പോകുമ്പോൾ അതൊക്കെ എടുക്കാനൊക്കെ വിട്ടുപോയി. അപ്പം പാർട്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ആയ കാരണം ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ വ്ളോഗിൽ കാണാം. അപ്പോൾ ഞങ്ങൾ ഹനയുടെ വീട്ടിലെത്തി. നമ്മളിവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. ഇതൊരു ക്രിസ്മസ് ടൈമിലെ പാർട്ടിയായിരുന്നു. അപ്പോൾ അത് കാരണം ഫുഡൊക്കെ കുറച്ച് ക്രിസ്മസ് തീമിലായിട്ട് പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും കൂടി ഒരു പോട്ട്ലക്കാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു ലൈവ് കിച്ചൺ പോലെ ആയിട്ടോ. കാരണം മെനുവിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ ചൂടോടുകൂടി കഴിക്കേണ്ടതാണ്. അതായത് അപ്പം, പുട്ട്, പൊറോട്ടയൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും പണിയെടുക്കട്ടെ, അല്ലെങ്കിൽ അമ്മ കുക്ക് ചെയ്യട്ടെ. ഞാൻ എക്സ്പേർട്ടാണ്, കൈയൊന്നും വേണ്ട. ഞാൻ ഇന്നത്തെ ദിവസം വീഡിയോ ഒന്നും എടുക്കണം എന്ന് വിചാരിച്ച് വന്നതല്ല. കാരണം എനിക്കത്ര സുഖമില്ലായിരുന്നു, ഒരുമാതിരി തലവേദനയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു വൈബൊക്കെ കണ്ടപ്പം അതെന്തായാലും വീഡിയോ എടുത്തില്ലെങ്കിൽ നഷ്ടമാണെന്ന് തോന്നി. അത് കാരണം എടുത്താ. പൊറോട്ടയുടെയൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നറുനണ്ടി സർബത്ത് ഉണ്ടായിരുന്നു കേട്ടോ, ജ്യൂസായിട്ട്. അപ്പോൾ ആണുങ്ങളൊക്കെ അതും കുടിച്ച് അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ നല്ല കളിയിലാണ്. നമ്മുടെ പുതിയ ഫ്രണ്ട് സിനി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പല കളറിലുള്ള ലഡു. പിന്നെ സുകന്യയുടെ വക നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെ വാഴലയിലും ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് കായ ബജി, മുട്ട ബജിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഉള്ളി ചമ്മന്തി ഉണ്ടായിരുന്നു. ബജിയൊക്കെ പിന്നെ കഴിയണ വഴി അറിഞ്ഞില്ല. പിന്നെയും വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്കൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പം വേഗം എടുത്ത് അതും കഴിച്ചു. ഫുഡ് ഐറ്റംസ് ഓരോന്നായിട്ട് സൈഡിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുട്ട് കഴിഞ്ഞു, പൊറോട്ട കഴിഞ്ഞു. ഇതാ ഇപ്പോൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്. വാണിയുടെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വാണിയുടെ അമ്മയാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. റെഡിയായ ഐറ്റംസൊക്കെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രധാന ഐറ്റം ബിരിയാണി ഇതാ ദം പൊട്ടിച്ചെടുക്കുകയാണ്. ഹന അങ്ങനെയാണ്, എല്ലാം ഉണ്ടാക്കും, കുറേ ഐറ്റംസ് ഉണ്ടാക്കും. ഹനയുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ ഒരു ബിരിയാണി. മോസ്റ്റ്ലി ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ഹനയുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ എല്ലാ ഐറ്റംസും റെഡിയായി, നമ്മളെല്ലാം ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് പോട്ട്ലക്കിലെ വിഭവങ്ങൾ എന്ന് കണ്ടാലോ. പുട്ടുണ്ട്, പൊറോട്ടയുണ്ട്, പിന്നെ ബിരിയാണി വെജും ഉണ്ട്, ചിക്കനും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ബീഫ് വരട്ടിയതുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ കറികളായിരുന്നു. പുട്ടിന് നല്ല വറുത്തരച്ച കടലക്കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല സോയാ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു. പിന്നെ 1-2 ഐറ്റം വിട്ടുപോയി. ഇത് തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ 65, പിന്നെ മോമോസ്. ഈ മോമോസ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പുളിപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളി മോമോസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. എനിക്ക് പിന്നെ വയ്യാത്ത കാരണം അങ്ങനെ വിചാരിച്ച പോലെ കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു സങ്കടമുണ്ട്. സാരില്ല, നമുക്ക് അത് അടുത്ത ബോട്ടിലൊക്കെ തീർക്കാം. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിരുന്നത് പൊറോട്ട അപ്പം തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അത് വേഗം തീർന്നു. അപ്പോൾ ബാക്കി കുക്കിംഗ് ഇവർ ഏറ്റെടുത്തു. ക്രിസ്മസ് പോട്ടിലൊക്കെ ആയിട്ട് കേക്ക് ഇല്ലാതെ എങ്ങനെയാണ്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടായിരുന്നു, മിൽക്ക് കേക്കും ഉണ്ടായിരുന്നു കേട്ടോ.
അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ പിരിഞ്ഞ്. അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗദർ കൂടുമ്പോഴാണ് ഒരു സന്തോഷം. അപ്പോൾ അടുത്ത പാർട്ടിക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള സ്ട്രീറ്റിലെ ക്രിസ്മസ് ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിസ്മസ് ടൈം ആകുമ്പം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും. അത് ഏകദേശം ന്യൂ ഇയർ വരെ ഉണ്ടായിരിക്കും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. ക്രിസ്മസ് ആയ കാരണം നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വരുന്ന വഴിയിൽ കണ്ടത്. പാർട്ടി ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും വൈകുന്നേരം ആയി. അവിടെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യേശുവിന് ഇപ്പോൾ വെക്കില്ല, ക്രിസ്മസിന് വെക്കുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അടുത്ത് തന്നെ ഇതാ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പോട്ട്ലക്ക് പാർട്ടിയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത കാഴ്ചകളും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.